അപ്പോൾ ഡെഡ് ബോൾ ആണ് നമ്മുടെ ലോ നമ്പർ 20. ഇപ്പോൾ ഏതൊക്കെ വകുപ്പിലാണ് ബോൾ ഡെഡ് എന്ന് വിളിക്കുന്നത്? അതായത് ബോൾ ഡെഡ് ആകുക എന്ന് പറഞ്ഞാൽ ഡെഡ് ബോൾ വിളിക്കുക മാത്രമല്ല, ബോളിൻ്റെ ആ ഒരു എഫക്റ്റ് തരുന്നു. അതായത് ഇറ്റ് ഈസ് ഫൈനലി സെറ്റിൽ ഇൻ ദ ഹാൻഡ്സ് ഓഫ് വിക്കറ്റ് കീപ്പർ ഓർ ഓഫ് എ ബോളർ. എറിഞ്ഞ് കഴിഞ്ഞിട്ട് അടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ട് വിക്കറ്റ് കീപ്പറിൻ്റെ കയ്യിലോ ബോളറുടെ കയ്യിലോ അല്ലെങ്കിൽ ഫീൽഡറുടെ കയ്യിലോ ഇരിക്കുമ്പോഴുള്ള കേസാണ് പറയുന്നത്. ഫീൽഡറിൻ്റെ കയ്യിൽ ഇരിക്കുന്നതിന് കുറച്ച് വേറെ പരിധികളുണ്ട്. വിക്കറ്റ് കീപ്പറും ബോളർ അതിൻ്റെയാണ് മെയിനായിട്ട്. ബൗണ്ടറി സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ടൈം ബോൾ ഡെഡാണ്. ബാറ്റർ ഡിസ്മിസ് ചെയ്ത ടൈമിലും ഡെഡാണ്. ദ ബോൾ വിൽ ഡീം ടു ഡെഡ് ഫ്രം ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ദ ഇൻസിഡൻറ്റ് കോസിങ് ദ ഡിസ്മിസൽ. ഏത് സമയത്താണോ അല്ലെങ്കിൽ എന്ത് ഇൻസ്റ്റൻറ്റിലാണ് ആ ഔട്ടായ സംഭവം നടന്നത്. ഇപ്പോൾ റൺഔട്ടാണെങ്കിൽ ആ റൺഔട്ടായ ഇൻസിഡൻറ്റിന് ശേഷം ആ ബോൾ ഡെഡാണ്. വെദർ പ്ലേഡ് ഓർ നോട്ട് ഇറ്റ് ബിക്കംസ് ട്രാപ്പ് ബിറ്റ്വീൻ ദ ബാറ്റ് ആൻഡ് പേഴ്സൺ ഓഫ് എ ബാറ്റർ ഓർ ബിറ്റ്വീൻ ഐറ്റംസ് ഓഫ് ഹിസർ ക്ലോത്തിങ് ഓർ എക്യുപ്മെൻറ്റ്. ഈ ബോള് ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ അകത്തോ നമ്മുടെ പാഡിൻ്റെ ഇടയിലോ ബാറ്റ്സ്മാൻ്റെ ഏതെങ്കിലും ഭാഗത്തോ സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ക്ലോത്തിങ് എക്യുപ്മെൻറ്റോ ഇപ്പോൾ ജനറലി പേഴ്സൺ എന്ന് പറയും. ബാറ്റ് ആൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ പുള്ളിയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും സ്റ്റക്കായാലും അത് ഡെഡായിട്ട് വിളിക്കും. വെദർ പ്ലേഡ് ഓർ നോട്ട് ഇറ്റ് ലോഡ്ജസ് ഇൻ ദ ക്ലോത്തിങ് ഓർ എക്യുപ്മെൻറ്റ് ഓഫ് എ ബാറ്റർ ഓർ ദ ക്ലോത്തിങ് ഓഫ് ആൻ അമ്പയർ. അമ്പയറിൻ്റെ ഇതിലും ഏതെങ്കിലും ബാറ്ററിൻ്റെ ഇതിൽ കുടുങ്ങിയാലും അത് ഡെഡായിട്ട് പിടിക്കും. ഇത് പ്ലേഡ് ഓർ നോട്ടാട്ടോ പറഞ്ഞേക്കുന്നത്. അതായത് ബാറ്റ് കൊണ്ട് അടിക്കണമെന്നില്ല, അടിച്ചിട്ട് സ്റ്റക്കായാലും അത് ഡെഡായിട്ട് വിളിക്കും. അല്ലാണ്ട് നേരെ പോയി കുടുങ്ങിയാലും ഡെഡായിട്ട് വിളിക്കും. അണ്ടർ ഐദർ ഓഫ് ദ ലോസ് ഈ 24.4 പ്ലെയർ റിട്ടേൺ വിത്ത് പെർമിഷൻ 28 ഫീൽഡിങ് ദ ബോളും there is an offense resulting in award of penalty from the ball shall not count as one of the over. പിന്നെ ഡെഡ് വിളിക്കാനുള്ള വേറെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു വേറെ ഫീൽഡർ പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോൾ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിന് തിരിച്ച് പിൻവലിച്ചിട്ട് അയാൾ തന്നെ കയറുമ്പോൾ പറയാണ്ടൊക്കെ കയറണ ഇതിനാണ് പറയുന്നത്. പിന്നെ ഫീൽഡിങ് ദ ബോളിൽ ചില വിഷയങ്ങളുണ്ട് അങ്ങനെ ഡെഡ് വിളിക്കാനുള്ള. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇനി വരാൻ പോകുന്ന റൂൾസിൽ കാണും. There is a contravention of law 28.3 protecting helmet belong to fielding side. അതായത് ഫീൽഡിങ് സൈഡിൻ്റെ പ്രൊട്ടക്റ്റ് ഹെൽമെറ്റ് പോയി ടച്ച് ചെയ്യുമ്പോൾ പെനാൽറ്റി റൺസൊക്കെ അവാർഡ് ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ടൈമിലൊന്നും ഡെഡല്ല. മാച്ച് ഈസ് കൺക്ലൂഡഡ് ഇൻ എനി ഓഫ് ദ വേസ് സ്റ്റേറ്റഡ് ഇൻ. ആ ടൈമിൽ മീൻസ് നേരത്തെ പറയുന്നത് ചെറിയ തിരുത്തുണ്ട്. ഈ ഹെൽമെറ്റ് പോയി ടച്ച് ചെയ്ത് 5 റൺസ് പെനാൽറ്റി അവാർഡ് ചെയ്തു, അതിനുശേഷം ബോൾ ഡെഡായി. ദ മാച്ച് ഈസ് കൺക്ലൂഡ് ഇൻ എനി ഓഫ് ദ വേസ് സ്റ്റേറ്റഡ് ഇൻ ലോ 12.9. നേരത്തെ നമ്മൾ മാച്ച് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോൾ ഡെഡാണല്ലോ, ആ കാര്യം പറയുന്നത്. The ball shall be considered to be dead when it is clear to the bowlers and umpire that the fielding side and both the batters at the wicket have ceased to regard it as in play. അപ്പോൾ ബോള് ഡെഡാവുന്ന ബോളേഴ്സിൻ്റെ അമ്പയർ തീരുമാനിക്കുക. അപ്പോൾ ഫീൽഡിങ് സൈഡും ബാറ്റേഴ്സും ആ ബോള് ഇപ്പോൾ ഡെഡ് എന്ന മീൻസ് ആ ബോളിൽ ഇനിയിപ്പോൾ റൺ ഓടാനില്ല, അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാരൊക്കെ ഇനിയിപ്പോൾ റൺ ഓടാനില്ല, ബോള് ഫീൽഡർമാരുടെ അടുത്ത് റെസ്റ്റായി തിരിച്ച് പാസ് ഓൺ ചെയ്യുന്ന ടൈം. അപ്പോൾ ആ പാസ് ഓൺ ചെയ്യുന്ന ടൈം എപ്പോഴാണ്? നമ്മുടെ ബോൾ ഡെഡായി എന്നുള്ള മൈൻഡിൽ ഇവർ ചെയ്യുമ്പോഴാണല്ലോ, ഫീൽഡേഴ്സ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമാണ് ബോൾ ഡെഡാന്ന് പറയുന്നത്. ബോൾ ഫൈനലി സെറ്റിൽഡ്. whether the ball is finally settled or not is a matter of umpires alone to decide. അപ്പോൾ ചില കേസുകളിൽ അമ്പയർമാർക്ക് തീരുമാനിക്കും ബോൾ സെറ്റിലായോ ഇല്ലയോ. അതായത് ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ബെൻ സ്റ്റോക്സിൻ്റെ ആരുടെ ഒരു റണ്ണൗട്ട് ഇതേപോലെ ഉണ്ടായിരുന്നു. പുള്ളി ക്രീസിൻ്റെ പുറത്ത് നിന്ന് ബാറ്റ് ചെയ്തു, ബോൾ നേരെ കീപ്പറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ബോള് ഒരു ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ട് കീപ്പർ ഒന്ന് എറിഞ്ഞ് സ്റ്റെമ്പിൽ കൊള്ളിച്ചു. അപ്പോൾ ബോൾ ആക്ച്വലി ഡെഡായിട്ടുണ്ടായിരുന്നില്ല, അത് ഔട്ട് കൊടുത്തു. അപ്പോൾ അതാണ് അമ്പയറിൻ്റെ ഡിസിഷനാണത്. കോൾ ഓഫ് ഓവർ ടൈം. അപ്പോൾ ഓവർ തീർന്നാലും ടൈം വിളിച്ചാലും ബോൾ ഡെഡായി കഴിഞ്ഞു. അപ്പോൾ അല്ലാത്ത പക്ഷം നോർ ദ കോൾ ഓഫ് ദ ടൈം ഈസ് ടു ബി മെയ്ഡ് അൺടിൽ ദ ബോൾ ഈസ് ഡെഡ്. അപ്പോൾ ബോൾ ഓക്കെ, ഇത് പറഞ്ഞ കാര്യം വേറൊന്നുമല്ല. ഇപ്പോൾ ഒരു ഓവർ തീർന്നു എന്ന് വിളിക്കണമെങ്കിൽ ബോൾ ഡെഡായതിനു ശേഷം, അതേപോലെ ഒരു സിംഗിൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ടൈമിൽ തന്നെ 6ാമത്തെ ബോൾ എറിഞ്ഞത് ഓവർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ എന്ന് പറഞ്ഞ് വിളിച്ച് പോകരുത് അമ്പയർ ആണെങ്കിൽ. ഓവർ ആ ബോൾ ഡെഡായതിനു ശേഷം മാത്രമാണ് ഓവർ വിളിക്കുന്നത്. അത് ടൈം തീർന്നാലും അങ്ങനെ തന്നെ, ആ ബോൾ ഡെഡായതിനു ശേഷം വിളിക്കുക. ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ അങ്ങനെ ബോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഓവർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അമ്പയർ കോളിംഗ് ആൻഡ് സിഗ്നലിംഗ് ഡെഡ് ബോൾ. When the ball has become dead under 20.1, the bowlers and umpire may call and signal dead ball if necessary to inform the players. അപ്പോൾ ഡെഡ് ബോൾ സിഗ്നൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
എംപയർ ഇങ്ങനെ നിന്നിട്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന ഡെഡ് ബോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ഇങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ചില കേസുകളിൽ എംപയർ വിളിച്ചാലും ബോൾ ഡെഡായിട്ട് കൺസിഡർ ചെയ്യുന്ന കേസ് വെദർ ദ എംപയർ ഈസ് റിക്വയർഡ് ടു കോൾ ആൻഡ് സിഗ്നൽ ഡെഡ് ബോൾ അണ്ടർ നേരത്തെ പറഞ്ഞ ലോസ് 20.4.2 അല്ല ഇനി വരാൻ പോണ ലോസാണ് പറയുന്നത്. ദ ബോൾ വിൽ ബി കൺസിഡർ ടു ബി ഡെഡ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ദ ഇൻസിഡൻറ്റ് കോസിങ് ദ ബോൾ ടു ബിക്കം ഡെഡ്. അപ്പോൾ ചില ഇൻസിഡൻസ് ഉണ്ട് അതിൽ ബോൾ ഡെഡ് ആവും. അതിന് പ്രത്യേകിച്ച് അമ്പയർ വിളിക്കേണ്ട ആവശ്യമില്ല, അത് അണ്ടർസ്റ്റുഡ് ആയിട്ട് വരുന്നത്. ഓർ വേർ ദ ലോ സ്പെഷ്യലി പ്രൊവൈഡ്സ് ഫോർ ദ കോൾ ടു ബി ഡിലേഡ് സോ നോ ആസ് ടു ഡിസഡ്വാൻറ്റേജ് ദ നോൺ എഫക്റ്റിംഗ് സൈഡ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡെലിബറേറ്റ് പാഡിങ് എന്ന് പറഞ്ഞൊരു ഇത്, അതായത് ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ കാല് ലെഗ് സൈഡിലെ ബോൾ തന്നെ, അപ്പോൾ നമ്മൾ കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ബോൾ കാല് വെച്ച് ഡിഫെൻഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ റൺ ഓടുകയാണ്. റൺ ഓടുമ്പോഴത്തേക്കും ആ ടൈമിൽ റൺ ഔട്ടിനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡെലിബറേറ്റ് പാഡിങ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആസ് ബാറ്റിംഗ് സൈഡ്. അപ്പോൾ പക്ഷേ ആ ഓടുന്ന ടൈമിൽ റൺ ഔട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒഫെൻഡ് ചെയ്യുന്ന സൈഡ് ഏതാ? ബാറ്റിംഗ് സൈഡാണ് ഈ ടൈമിൽ. അപ്പോൾ നോൺ എഫക്റ്റിംഗ് സൈഡ് ഫീൽഡിംഗ് സൈഡാണ്. അപ്പോൾ തന്നെ ഡെഡ് വിളിച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് സിമ്പിളായിട്ട് ക്രീസിലേക്ക് തിരിച്ച് കയറാം. അപ്പോൾ ആ ടൈമിൽ വിളിക്കില്ല. റൺ ഔട്ടിന് എന്തെങ്കിലും ചാൻസ് വന്നാൽ അത് ക്ലിയർ ആയതിനു ശേഷം മാത്രം ഡെഡ് വിളിക്കും. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ആ ഡിലേഡ് കോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ബോൾ പോയിൻ്റ് ഓഫ് കോളിലാണ് ആ ടൈമിൽ ബോൾ ഡെഡായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഐദർ അമ്പയർ ഷാൽ കോൾ ആൻഡ് സിഗ്നൽ ഡെഡ് ബോൾ വെൻ, എപ്പോഴാണ് സിഗ്നൽ ചെയ്യണം? ഇൻ്റർവീനിങ് ഇൻ കേസ് ഓഫ് അൺഫെയർ പ്ലേ. ഏതെങ്കിലും അൺഫെയർ പ്രാക്ടീസ് കണ്ടാൽ അപ്പോൾ വിളിക്കാം. ആസ് പോസിബിൾ സീരിയസ് ഇഞ്ചുറി ടു പ്ലെയർ ഓർ അമ്പയറിനോ പ്ലെയറിനോ ഇഞ്ചുറി വരുമ്പോൾ ഡെഡ് ബോൾ വിളിക്കാം. ലീവിങ് ഇസ് ഹെർ നോർമൽ പൊസിഷൻ ഫോർ കൺസൾട്ടേഷൻ. അത് എന്തെങ്കിലും മറ്റേ അമ്പയർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ലീവ് ചെയ്യുമ്പോഴും ഡെഡ് വിളിച്ചിട്ട് പോകാം. വൺ ഓർ ബോത്ത് ബെയിൽസ് ഫാൾ ഫ്രം ദ സ്ട്രൈക്കേഴ്സ് വിക്കറ്റ് ബിഫോർ ദ സ്ട്രൈക്കർ ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് പ്ലേയിങ് ദ ബോൾ പ്ലേ ചെയ്യാനുള്ള സമയം കിട്ടുമ്പോൾ നമ്മുടെ എങ്ങാനും സ്ട്രൈക്കറിൻ്റെ അവിടുത്തെ ബെയിൽസ് ഒരു വെയിലോ അല്ലെങ്കിൽ 2 വെയിലോ കാറ്റെടുത്തോ അങ്ങനെ തെറിച്ച് പോയാൽ ആ കാര്യത്തിനാണ് പറയുന്നത്. ദ സ്ട്രൈക്കർ ഈസ് നോട്ട് റെഡി ഫോർ ദ ഡെലിവറി ഓഫ് ദ ബോൾ ആൻഡ് ഇഫ് ദ ബോൾ ഈസ് ഡെലിവേർഡ് മേക്സ് നോ അറ്റംപ്റ്റ് ടു പ്ലേ ഇറ്റ്. അത് ബോൾ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മൾ ചില ഗെയിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പുള്ളി കൈ കാണിച്ചിട്ട് ഇങ്ങനെ മാറുന്നത്. അറ്റംപ്റ്റ് ടു പ്ലേ ഇല്ലാണ്ട് അവർ മാറിക്കളയാം. അപ്പോൾ പ്രൊവൈഡഡ് ദ നമ്പർ ഈസ് സച്ച് സ്ട്രൈക്കർ അഡിക്കേറ്റ് റീസൺ ഫോർ നോട്ട് ബീയിങ് റെഡി ദ ബോൾ ഷാൽ നോട്ട് കൗണ്ട് ആസ് വൺ ഓഫ് ദി ഓവർ. അയാൾ പെട്ടെന്ന് മാറിക്കളഞ്ഞ് അത് ബോളായിട്ട് കൗണ്ട് ചെയ്യില്ല. അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. ദ സ്ട്രൈക്കർ ഈസ് ഡിസ്ട്രാക്റ്റഡ് ബൈ എനി നോയ്സ് ഓർ മൂവ്മെൻറ്റ് ഓർ ഇൻ എനി അതർ വേ വൈൽ പ്രിപ്പയറിംഗ് ടു റിസീവ് ഓർ റിസീവിങ് എ ഡെലിവറി. സ്ട്രൈക്കർ നോയ്സ് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെങ്കിലും ഇപ്പോൾ സൈഡ് സ്ക്രീനിൻ്റെ അവിടെയൊക്കെ മൂവ്മെൻ്റ് ഒക്കെ വെച്ച് ഡെലിവറി റിസീവ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഇത് കണ്ടിട്ട് മാറുന്ന ആ ഒരു കേസാണ് ഈ ഡെഡ് ബോൾ വിളിക്കാൻ ഉള്ള ഇത് വരുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൈഡ് സ്ക്രീനിൻ്റെ അവിടെ കൂടി ആൾക്കാർ നീങ്ങുമ്പോഴത്തേക്കും ബാറ്റ്സ്മാൻ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പുള്ളി മാറിയിട്ട് ഇങ്ങനെ വിളിക്കുക. അത് ബോൾ എറിയാൻ പോണേനുമ്പോൾ അവർ പുള്ളി ഇങ്ങനെ കൈ കാണിച്ച് മാറും. അപ്പോൾ അത് ഡെഡ് ബോളായിട്ട് വിളിക്കും. ബോൾ ഷാൽ നോട്ട് കൗണ്ട് ആസ് വൺ ഓഫ് ദി ഓവർ. ചിലപ്പോൾ അറിയാതെ എറിഞ്ഞു പോവും, പക്ഷേ അത് ഡെഡായിട്ട് വിളിക്കും. There is an instance of deliberate attempt to distract under either of laws, deliberate attempt to distract striker or distraction of obstruction of batter. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ബാറ്റ്സ്മാനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും സമയം വരുമ്പോഴത്തേക്കും ബോൾ ഷാൽ നോട്ട് കൗണ്ട് ആസ് വൺ ഓഫ് ദി ഓവർ വരുന്നുണ്ട്. ദ ബോൾ ഡ്രോപ്സ് ദ ബോൾ ആക്സിഡൻ്റലി ബിഫോർ ദ ഡെലിവറി. ബോൾ എറിയാൻ പോകുന്നത് കയ്യിൽ നിന്ന് വിട്ടു പോകുന്നത് അത് ഡെഡ് ബോളാണ്. ദ ബോളർ ത്രോസ് ദ ബോൾ ടുവേഴ്സ് ദ സ്ട്രൈക്കർ ആൻഡ് ബിഫോർ എൻട്രിങ് ഹിസ് ഡെലിവറി സ്ട്രൈറ്റ്. ത്രോ ചെയ്ത് ഇപ്പോൾ ഓടി വന്നിട്ട് പെട്ടെന്ന് സ്ട്രൈക്കറിനെ അങ്ങോട്ട് ത്രോ ചെയ്താലൊന്നും ഒക്കെ ഡെഡ് ബോളായിട്ട് വിളിക്കും. ദ ബോൾ ഡസ് നോട്ട് ലീവ് ദ ബോളേഴ്സ് ഹാൻഡ് ഫോർ എനി റീസൺ അതർ ദാൻ അറ്റംപ്റ്റ് ടു റൺ ഔട്ട് ദ നോൺ സ്ട്രൈക്കർ. അപ്പോൾ എറിയാൻ പോയി എന്നിട്ട് കയ്യിൽ നിന്ന് വിട്ടുപോയില്ല ബോൾ, അപ്പോൾ ബോൾ ഡെഡ് വിളിക്കാം. പക്ഷേ ഈ മാങ്കഡി എന്ന ഒരു കേസ് വരുന്നുണ്ട്, മറ്റേ നോൺ സ്ട്രൈക്കർ ലീവിങ് ഇസ് ഗ്രൗണ്ട് എർലി. അതിൽ മങ്കാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ അശ്വിനൊക്കെ ചെയ്തേക്കുന്നത്. ബോൾ ചെയ്യാൻ പോണ പോലെ പോയിട്ട് ഇങ്ങനെ മറ്റേ നോൺ സ്ട്രൈക്കർ ക്രീസിൽ ലീവ് ചെയ്താൽ അയാളെ റൺ ഔട്ട് ആക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ ആ ഒരു കേസ് ഒഴിച്ച് ബാക്കി കയ്യിൽ നിന്ന് പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡെഡ് ബോളായിട്ട് വിളിക്കും. അതാണ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ബോൾ ഇൻ പ്ലേ കനോട്ട് ബി റിക്കവേർഡ്. അപ്പോൾ ബോൾ എവിടെയെങ്കിലും സ്റ്റക്കാവോ അല്ലെങ്കിൽ അടിച്ച് റിക്കവർ ആവാൻ തിരിച്ച് കിട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് ഡെഡായിട്ട് വിളിക്കും. ഷീ കൺസിഡർ ദാറ്റ് ഐദർ സൈഡ് ഹാസ് ഡിസഡ്വാൻറ്റേജ് ബൈ പേഴ്സൺ ഓർ ആനിമൽ ഓർ അതർ ഒബ്ജക്റ്റ് വിത്തിൻ ഓർ ഓവർ ദ ഫീൽഡ് ഓഫ് പ്ലേ.
അപ്പോൾ ഏതെങ്കിലും ആനിമലോ പേഴ്സണോ കാരണം ബാറ്ററോ അല്ലെങ്കിൽ ആരെങ്കിലും ഡിസഡ്വാൻറ്റേജായി, അതായത് കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയി വന്നു കഴിഞ്ഞാൽ ബോളിന് വേണമെങ്കിൽ ഡെഡ് വിളിക്കുക. ഹവർ ഇഫ് ദ ബോത്ത് അമ്പയർസ് കൺസിഡർ ദ ബോൾ വുഡ് ഹാവ് റീച്ച് ദ ബൗണ്ടറി റിഗാർഡ്ലെസ് ഓഫ് ദ ഇൻ്റർവെൻഷൻ. ഈ ബൗണ്ടറി കടിക്കുമ്പോഴത്തേക്ക് ഇടയിൽ അങ്ങനെ ഒരു പട്ടി വട്ടം ചാടി നിൽക്കുക. അപ്പോൾ പട്ടി ഇല്ലായിരുന്നെങ്കിൽ അത് ബൗണ്ടറി പോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അത് ഡെഡ് വിളിക്കാം, അല്ലെങ്കിൽ അത് ബൗണ്ടറി പോയി ബൗണ്ടറി ആയിട്ട് കരുതാം. ദ സ്ട്രൈക്കർ അറ്റംപ്റ്റ്സ് ടു പ്ലേ ദ ബോൾ ആൻഡ് നോ പാർട്ട് ഓഫ് ഹിസ് ഓർ ബാറ്റ് ഓർ പേഴ്സൺ വെദർ കൺട്രോൾ റേസ് റിമെയിൻസ് വിത്തിൻ ദ പിച്ച് ആസ് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദ പിച്ച് എന്ന് പറഞ്ഞൊരു ഇതിൽ പറഞ്ഞ 6 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അയാളുടെ ബോഡി പാർട്ട് താഴത്ത് കുത്തുമോ അല്ലെങ്കിൽ ആ എയറിലെങ്കിലും വേണം. അതില്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഓടിപ്പോയി മറ്റേ കീപ്പറിൻ്റെ അടുത്തേക്ക് പോയി ഓടി എന്ന് കളിച്ച് കഴിഞ്ഞാൽ മീൻസ് അങ്ങനെയൊക്കെ ചില ഇൻസ്റ്റൻസ് വരാം. അപ്പോൾ ആ ഒരു കേസിലൊന്നും അത് ബോളായിട്ട് കൗണ്ട് ചെയ്യില്ല, ഡെഡ് വിളിക്കും. ഷീസ് റിക്വയർഡ് ടു ഡൂ സോ അണ്ടർ എനി ഓഫ് ദ ലോസ് നോട്ട് ഇൻക്ലൂഡ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വേണം കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാത്തതിൽ ഡെഡ് വിളിക്കുന്നു. ബോൾ സീസസ് ടു ബി ഡെഡ്. ബോൾ ഡെഡ് അല്ലാത്ത ബോൾ സീസസ് ടു ബി ഇറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ ദ ബോൾ സ്റ്റാർട്ട്സ് ഇസ് റണ്ണപ്പ് ഓർ ഇഫ് ദർ ഇസ് നോ റണ്ണപ്പ് സ്റ്റാർട്ട്സ് ഇസ് ഓർ ആക്ഷൻ തുടങ്ങുമോ അല്ലെങ്കിൽ റണ്ണപ്പ് തുടങ്ങുമോ, അപ്പോഴാണ് ബോൾ ഡെഡ് അല്ലാണ്ടിരിക്കുന്ന അവസ്ഥ. ഡെഡ് ബോൾ നോട്ട് ടു ബി റിവോക്ക്. വൺസ് ദ ബോൾ ഇസ് ഡെഡ് നോ റിവോക്കിംഗ് ഓഫ് എനി ഡിസിഷൻ ക്യാൻ ബ്രിങ് ദ ബോൾ ബാക്ക് ഇൻ ടു പ്ലേ ഫോർ ദ ഡെലിവറി. അപ്പോൾ ബോൾ ഡെഡ് വിളിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് അതിനെ റിവോക്ക് ചെയ്ത് ഡെലിവറി ആക്കി എടുക്കാൻ പറ്റില്ല. ഡെഡ് ബോൾ കൗണ്ടിങ് ആസ് വൺ ഓഫ് ദി ഓവർ. When a ball which has been delivered is called dead or is to be considered dead then other than 2.7.2. സാധാരണ അത് ഡെഡ് ബോൾ വിളിച്ചത് സ്ട്രൈക്കറിന് ഓപ്പർച്യൂണിറ്റി ഇല്ല, വിൽ നോട്ട് കൗണ്ട് ഇൻ ദ ഓവർ ഇഫ് ദ സ്ട്രൈക്കർ ഹാസ് നോട്ട് ഓപ്പർച്യൂണിറ്റി ടു പ്ലേ. അപ്പോൾ അതുകൊണ്ട് സ്ട്രൈക്കറിന് കളിക്കാനുള്ള ചാൻസ് കിട്ടിയില്ല, അപ്പോൾ ഡെഡായിട്ട് ആ ബോൾ ആയിട്ട് കൗണ്ട് ചെയ്യില്ല. അല്ല സ്നോ ബോൾ ഓർ വൈഡ് ഹാസ് ബീൻ കോൾഡ് ഇറ്റ് വിൽ ബി വാലിഡ് ഇഫ് ദ സ്ട്രൈക്കർ ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേ. അപ്പോൾ വൈഡ് നോ ബോൾ അല്ലെങ്കിൽ അത് വാലിഡ് ബോളാണ്, ഡെഡ് ബോളും ഇല്ല, വാലിഡ് ബോളാണ്. അപ്പോൾ ആ ഒരു കേസിൽ ഡെഡ് ബോൾ വിളിക്കില്ല. പിന്നെ ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസിൽ ഡെഡ് ബോൾ വിളിക്കുന്ന പെർമിഷൻ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ഫീൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേക ചില ഓപ്ഷൻസ് വരുന്നുണ്ട്. തൊപ്പി കൊണ്ടൊക്കെ ഫീൽഡ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെയാണ് ഫീൽഡിങ് ദ ബോൾ. ആ റൂൾ തന്നെ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഡിസ്ട്രാക്ട് സ്ട്രൈക്കർ വന്നാലോ ബാറ്ററിനെ ഒബ്സ്ട്രക്ട് ചെയ്താൽ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഡെഡ് ബോൾ അതിൻ്റെ റൂൾസ് കുറച്ച് വ്യത്യാസമുണ്ട്. The ball will not count in the over if both conditions of not attempting to play the ball and having an adequate reason for not being ready are met. Otherwise a delivery will be valid ball. അതായത് നമ്മൾ കറക്റ്റായിട്ട് ഈ സോളിഡ് റീസൺ ഉണ്ടാവണം നമ്മൾ പെട്ടെന്ന് ബോൾ കളിക്കാണ്ട് പറയാം. അല്ലാത്ത പക്ഷേ അത് ബോളായിട്ട് തന്നെ കൂട്ടി, ചിലപ്പോൾ അത് കുറ്റി തെറിച്ച് തന്നെ. അപ്പോൾ അല്ലാത്ത പക്ഷേ ഡെഡ് ബോൾ എന്നുള്ള ഇതിൽ എംപയർ അക്സെപ്റ്റ് ആണെങ്കിൽ ഡെഡ് ബോൾ ഓവറിലായിട്ട് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്.